മതിലുകൾ ഇല്ലാതാവുകിൽ, മനസ്സിലെ മതിലുകൾ ഇല്ലാതാവുകിൽ ഈ ഭൂമിയിൽ സ്നേഹം പുഷ്പിച്ചേനെ, സ്നേഹം പൂത്തുലഞ്ഞേനെ. മനസ്സുകൾ തമ്മിൽ അകലുമ്പോൾ, മനുഷ്യൻ തമ്മിൽ അകലുമ്പോൾ ആ അകൽച്ചയിൽ മതിലുകൾ ജനിക്കുന്നു, അതിർവരമ്പുകൾ സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യനെ മനുഷ്യന് നേർക്ക് കാണുവാൻ തക്കവിധം മതിലുകൾ ഇല്ലാതാകുന്നൊരവസ്ഥയാണ് ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുന്നത്. ഇന്ന് നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്നൊരു അന്തരീക്ഷം മതിലുകളുടെ ഒരു അന്തരീക്ഷമാണ്. മനുഷ്യൻ മനുഷ്യനിൽ നിന്നും വേർതിരിക്കപ്പെടും വിധം മതിലുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ മതിലുകൾ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും? എൻ്റെ മുന്നിലുള്ള വ്യക്തി എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നിപ്പിക്കും വിധം എങ്ങനെ ആ വ്യക്തി എന്നോട് ചേർത്ത് നിർത്തുവാൻ എനിക്ക് സാധിക്കും? ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നല്ല സമറയക്കാരൻ്റെ തത്വശാസ്ത്രം നിങ്ങൾ അറിഞ്ഞു. എനിക്കുള്ളതെല്ലാം എൻ്റേതാണെന്നുള്ളതല്ല അത്, നിൻ്റേതെല്ലാം എൻ്റേതാകണമെന്നുള്ളതല്ല അത്, മറിച്ച് എൻ്റേതും നിൻ്റേതും നമ്മുടേതാണെന്നുള്ളൊരു തത്വശാസ്ത്രം. ആ ഒരു ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശത്തിലേക്കാണ് നിങ്ങളെ ഞാൻ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നത്. ഇന്ന് നമുക്കിടയിൽ സമാധാനമുണ്ടോ? ചില കുട്ടികളോട് ഞാൻ ഇതുപോലെ സമാധാനത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കും വിധം മറുപടി പറയുകയുണ്ടായി. അച്ഛോ, ഇവിടെ ഒരു സമാധാനവുമില്ല, വീട്ടിൽ സമാധാനമില്ല, വിദ്യാലയത്തിൽ സമാധാനമില്ല, രാവിലെ തുടങ്ങും ഭാരമേറിയ ജീവിതമെന്ന്. ചെറിയ കുട്ടികളുടെ ഇടയിൽ പോലും സമാധാനമില്ലായ്മയുടെ ഒരു ധ്വനി, ഒരു സ്വരം മുഴങ്ങിക്കേൾക്കുന്ന ഈ അന്തരീക്ഷത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് ശ്രവിക്കാം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ആകുലപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, സകലതും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമാണ് ഈ കാലഘട്ടത്തിൽ നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കരുണയിലേക്ക് കണ്ണുകൾ നട്ട് കരുണക്കൊന്ത ചൊല്ലി മനുഷ്യരുടെ ഇടയിൽ ജന്മം നൽകിയിരിക്കുന്ന മതിലുകൾ ഇല്ലാതാകുവാൻ, അതിർവരമ്പുകൾ തകർക്കപ്പെടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഒരുമയോടെ, ജപമാലയിലൂടെ, ദിവ്യബലി അർപ്പണത്തിലൂടെ, അതിലെല്ലാം ഉപരി കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ആഹ്വാനം ഏറ്റെടുക്കാം. ജനുവരി 1-ാം തീയതി നമുക്കറിയാം ലോക സമാധാന ദിനമാണ്. ഫ്രാൻസിസ് പാപ്പ ലോക സമാധാന ദിനത്തിന് നൽകിയ ആ വലിയ സന്ദേശത്തിനകത്ത് ഒരു വാചകം ഇപ്രകാരം കൂട്ടിച്ചേർത്തു: സാങ്കേതിക വളർച്ച, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ വളർച്ചയുടെ നടുവിൽ എപ്പോഴെങ്കിലും മനുഷ്യൻ്റെ അന്തസ്സിനും മനുഷ്യൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും എതിരായി ഒരു വളർച്ച യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു മുരടിച്ചയുടെ ലക്ഷണമാണ് എന്ന്. ഈ ഒരു ആഹ്വാനം നമ്മുടെ മനസ്സുകളെ ഉദ്ദീപിപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് 1963 ജോൺ 23-ാം മാർപ്പാപ്പ പാച്യം തേറിസ്, ഭൂമിയിൽ സമാധാനമെന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം നിർവചിക്കുകയുണ്ടായി: ഭൂമിയിൽ സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന ജനതയുടെ മുമ്പിൽ ഒന്നു മാത്രമേ ഉള്ളൂ മാർഗം, അത് ദൈവത്തിൻ്റെ സ്നേഹമാർഗം മാത്രമാണ് എന്ന്. സ്നേഹിക്കുക, ദൈവത്തെ ചേർത്ത് പിടിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക, ഇത് മാത്രമാണ് സഭ നമ്മുടെ മുൻപിൽ ഉന്നയിക്കുന്ന ഏക സന്ദേശവും.
ഇന്ന് ഭാരത കത്തോലിക്ക സഭ ഈ ഒരു ആശയമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ആശയം ഭാരത കത്തോലിക്ക സഭ നമ്മുടെ മുന്നിൽ ഉണർത്തിക്കണമെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ പ്രാർത്ഥന അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വർഷം, പ്രത്യേകിച്ച് ഈ ദിവസം, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ദിനമായിട്ട് മാറണമെന്ന് എല്ലാ പിതാക്കന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായത്. അങ്ങനെയെങ്കിൽ സമാധാനത്തെക്കുറിച്ച് നമുക്ക് അല്പനേരം ഒന്ന് വിചിന്തനം ചെയ്യാം. എന്താണ് യഥാർത്ഥത്തിൽ സമാധാനം? സമാധാനം എന്താണെന്ന് അറിയണമെങ്കിൽ മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, നീ നിൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുക, ആ കുടുംബത്തിലെ അംഗങ്ങളെ നീ സ്നേഹിക്കുക, അവിടെ നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കും യഥാർത്ഥമായ സമാധാനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അധ്യായം 14 27 തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈ ലോകം നൽകുന്ന സമാധാനമല്ല, മറിച്ച് ദൈവം നൽകുന്ന സമാധാനം മറ്റൊന്നാണ്. അത് പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും ലഭിക്കുന്ന ഒരു അനുഭൂതിയാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ യഥാർത്ഥമായ സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് ഭാരത കത്തോലിക്ക സഭയിൽ, ഇങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി കൊതിക്കണമെങ്കിൽ അതൊരൊറ്റ ആവശ്യം മാത്രമേ ഉണർത്തുന്നുള്ളൂ, നീ ദൈവത്തിന് വേണ്ടി ദാഹിക്കുക. ക്രൂശിതനായ ക്രിസ്തു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന അതേ വാചകം എന്നോട് എപ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് ആഹ്വാനം ചെയ്യുക, എനിക്ക് ദാഹിക്കുന്നു. ഈ ജപമാല ചൊല്ലുമ്പോഴും കരുണക്കൊന്ത ചൊല്ലുമ്പോഴും വചനം വായിക്കുമ്പോഴും ആരാധനയുടെ നിമിഷങ്ങളിലായിരിക്കുമ്പോഴും പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ സ്നേഹത്തിൻ്റെ കൂദാശയായ ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരുമ്പോഴും ഞാൻ മുറുകെ പിടിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. പിശാചികൾക്ക് രണ്ട് ഗണത്തിലുള്ള വ്യക്തികളെ ഭയമാണെന്ന് പറയുന്നത് വിശുദ്ധ ഡോൺ ബോസ്കോയാണ്. ഒന്ന്, ദിവ്യകാരുണ്യ ആരാധനയിൽ ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരെ. മറ്റൊന്ന്, ദിവ്യബലി അർപ്പണത്തിലൂടെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നവരെ. പ്രിയമുള്ളവരെ, ഞാൻ ആ ഗണത്തിൽപ്പെട്ട വ്യക്തിയാണോ? ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? വിശ്വാസത്തോടുകൂടി കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കേണ്ട നിമിഷം ഇതാ ആഗതമായിരിക്കുന്നു. നമുക്ക് പറയുവാൻ കഴിയണം, കർത്താവ് എൻ്റെ സ്വന്തമാണ്, ഞാൻ കർത്താവിൻ്റേതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ദാനമല്ലേ? ഇന്ന് ഞാൻ ആരോഗ്യത്തോടുകൂടി ഈ ഒരു നിമിഷം പ്രാർത്ഥനയുടെ നിമിഷത്തിലായിരിക്കുന്നു, ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമല്ലേ? ഈ ലോകം മുഴുവനും അനുഭവിക്കുന്നത് ദൈവം നൽകുന്ന കരുണയുടെ സമ്മാനമാണ്. പ്രിയമുള്ളവരെ, കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഈ കരുണയുടെ ജപമാലയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്കുറക്കെ പ്രാർത്ഥിക്കാം, എൻ്റെ സഭയെ, എന്നെ വളർത്തിയ സഭയെ, എൻ്റേതായ സഭയെ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തി സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ ഒരു വിഭജനം പോലും ഉണ്ടാകരുതേ. ഞങ്ങളുടെ ഇടയിൽ സ്നേഹത്തിൻ്റേതായ ഐക്യം മാത്രമാകണമേ എന്നും മുതൽക്കൂട്ടായി ഉണ്ടാകേണ്ടത്. ഞങ്ങളുടെ രാജ്യത്തിൽ നന്മ വിടരണമേ. ഞങ്ങളുടെ രാജ്യത്തിൽ സമാധാനമുണ്ടാകണമേ. ഞങ്ങളായിരിക്കുന്ന ഭാരതത്തിൽ എന്നും മനുഷ്യനെ എന്നും സ്നേഹിക്കുവാൻ തക്കവിധമുള്ള ഒരന്തരീക്ഷം കർത്താവെ അങ്ങ് സൃഷ്ടിക്കണമേ എന്ന് നമുക്കിന്ന് നിമിഷം പ്രാർത്ഥിക്കാം. ഓർക്കുക, നീ ഒരു പ്രകാശഗോപുരമാണ്. ആ പ്രകാശഗോപുരം വിളങ്ങി നിൽക്കണം. നിനക്ക് വേണ്ടിയല്ല. നല്ല സമറിയക്കാരൻ പറഞ്ഞതുപോലെ, എൻ്റേത് എൻ്റേതിന് വേണ്ടിയല്ല, നിൻ്റേത് എനിക്ക് വേണ്ടിയല്ല, എൻ്റേതും നിങ്ങളുടേതും നമുക്കെല്ലാവർക്കും വേണ്ടിയാണെന്നുള്ള ചിന്തയോടുകൂടി നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കരുണയുടെ വാതിലെന്ന മനോഹരമായ തലക്കെട്ടോടുകൂടി ഇന്ന് ഈ നിമിഷത്തിൽ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ കാണുമ്പോൾ ഓർക്കുക, ഇതൊരാഹ്വാനമാണ്, പ്രാർത്ഥനയുടെ ആഹ്വാനമാണ്. ഈ പ്രാർത്ഥനയുടെ ആഹ്വാനം നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ശാലോം ടെലിവിഷനിൽ ബെന്നിസാറിനെ പോലെയുള്ള അനേകം മഹത് വ്യക്തികൾ നിങ്ങളുടെ മുന്നിൽ വന്ന്
പ്രാർത്ഥനയോടുകൂടി യാചിക്കുന്നത് ഒന്നിനു വേണ്ടി മാത്രം: സമാധാനം ഈ ഭൂമിയിൽ പുനഃസ്ഥാപിക്കപ്പെടണം. അതിനുവേണ്ടി കരുണക്കൊന്ത ചൊല്ലി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കരുണയുടെ ജപമാലയിൽ ഭാരതത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിനു വേണ്ടിയും ഭാരതസഭയ്ക്കു വേണ്ടിയും ഈശോയുടെ കരുണ യാചിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാല അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി
പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും
ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതനിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.